നാം വായിച്ച ഭാഗം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. യഹൂദൻ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരുമാറാകട്ടെ. എന്നാൽ ഈ രക്തത്തിന്റെ മാധുര്യം മനസ്സിലാക്കിയ, ശക്തി മനസ്സിലാക്കിയ, ദൈവകൃപ മനസ്സിലാക്കിയ നാം ഒരുമിച്ച് ആ രക്തത്തിന്റെ ശക്തി, അനുഗ്രഹം കൺഫസ് ചെയ്ത് ഏറ്റെടുക്കുകയാണ്. സ്തോത്രം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് പോകാമോ? റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 9. അവന്റെ രക്തം, അവന്റെ രക്തത്തിന്റെ പ്രത്യേകത റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് 6-ാം വാക്യം, നാം ബലഹീനരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചവന്റെ രക്തം. ഞാൻ ഇങ്ങനെ പറയും, നാം ബലഹീനരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ബലവാന്റെ രക്തം. സ്തോത്രം. സർവശക്തന്റെ രക്തം. 8-ാം വാക്യം, നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ നീതിമാന്റെ രക്തം. സ്തോത്രം. 10-ാം വാക്യം, നാം ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒഴുക്കിയ നല്ല സ്നേഹിതന്റെ രക്തം. സ്തോത്രം. ഹല്ലേലൂയ. ബലവാന്റെ രക്തം, സർവശക്തന്റെ രക്തം, നീതിമാന്റെ രക്തം, നല്ല ശമരിയാക്കാരന്റെ സ്നേഹിതന്റെ രക്തം. പറയാണ്, ഈ രക്തം എന്നെ നീതീകരിക്കുന്നതാ, എന്നെ ബലപ്പെടുത്തുന്നതാ, എന്നെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നതാ. ഈ രക്തം എന്റെ മേലും എന്റെ മക്കളുടെ മേലും വരുമാറാകട്ടെ. സ്തോത്രം. നീതീകരിക്കുന്ന രക്തം. ലോകം മുഴുവനും ചുറ്റുപാടും കൂടി നിന്ന് കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ, ചീത്തയാണെന്ന് പറയുമ്പോൾ, അവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പഴയ കാലങ്ങളിൽ, പൂർവ്വകാലങ്ങളിൽ സംഭവിച്ച പല കാര്യങ്ങൾ, ഒരുപക്ഷെ ഇന്നലെയാകാം, കഴിഞ്ഞ നിമിഷമാകാം, സംഭവിച്ചു പോയ കാര്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, അത് നമ്മളെ ഹല്ലേലൂയ അനീതിയിലേക്ക് കൊണ്ടുപോയി, പാപത്തിലേക്ക് കൊണ്ടുപോയി, ബലഹീനതയിലേക്ക് കൊണ്ടുപോയി, ശത്രുതയിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമല്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടു, ഹല്ലേലൂയ സ്നാനപ്പെട്ടു, ഹല്ലേലൂയ ആത്മസ്നാനം പ്രാപിച്ചു, ഹല്ലേലൂയ കർത്തൃമേശ എടുക്കുന്നു, കൂട്ടായ്മ ആചരിക്കുന്നു. എന്നാൽ അതിന്റെ നടുവിൽ എപ്പോഴെങ്കിലും ഹല്ലേലൂയ നാം ബലഹീനരായി പോയെങ്കിൽ, ഹല്ലേലൂയ നമ്മുടെ ബലഹീനതയിൽ ഹല്ലേലൂയ നമുക്ക് തുണ നിൽക്കുന്ന യേശുവിന്റെ രക്തം, തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാ. നീ ബലഹീനനായിരുന്നപ്പോൾ നീ മരിച്ച, നിനക്ക് വേണ്ടി മരിച്ച ഒരു സർവശക്തന്റെ രക്തമുണ്ട്, ബലമുള്ളവന്റെ ഒരു രക്തമുണ്ട്. ശത്രുവായ അലറുന്ന സിംഹം എന്ന പോലെ ചുറ്റി നടക്കുന്ന പിശാചിന്റെ വായിൽ നീ ആയിപ്പോയപ്പോൾ അതിനകത്ത് നിന്ന് നിന്നെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ബലമുള്ളവന്റെ രക്തം. ജീവിതത്തിന്റെ ചില ബലഹീന നിമിഷങ്ങളിൽ പാപിയായി പോയോ, വീണ്ടും പാപം ചെയ്തു പോയോ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. കൃപയിൽ വന്നിട്ടും ലോകസ്നേഹം അകത്ത് വന്ന് ശത്രുവായി പോയോ, ആ ഒരു അവസ്ഥയിൽ ഇരുന്നാണോ ഈ ദൂത് കേൾക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ആ ശത്രുതയുടെ നടുവിൽ ഒരു നല്ല സ്നേഹിതൻ, നമ്മെ ഇതിനകത്തു നിന്നെല്ലാം നീതീകരിക്കുവാൻ കഴിയുന്ന, നീതിമാൻ എന്ന് പറഞ്ഞ് മുദ്രയിടാൻ കഴിയുന്ന, അകവും പുറവും ഒരുപോലെ നീതീകരിക്കുന്നവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരുമാറാകട്ടെ. വിശുദ്ധ പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം
അതിന്റെ 18-19 വാക്യങ്ങളിലേക്ക് പോകാം. ഈ രക്തത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ പാപം പോക്കുന്ന രക്തം മാത്രമല്ല, അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് തരുന്ന രക്തമെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, നമ്മുടെ മനസ്സാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കുന്ന രക്തം മാത്രമല്ല, നമ്മെ നീതീകരിക്കുന്ന രക്തം മാത്രമല്ല, ഹല്ലേലൂയ ഹല്ലേലൂയ, ഇറ്റ് റിലീസസ് us ഫ്രം ഫ്യൂട്ടിലിറ്റി. അതായത് വ്യർത്ഥമായ ആ ഒരു വ്യർത്ഥതയിൽ നിന്ന്, എന്തൊക്കെയോ വലിയ കാര്യമാണെന്ന് വെച്ചാണ് നാം ചില കാര്യങ്ങൾ ചെയ്യുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ഞാൻ എണ്ണിയ കാര്യങ്ങൾ പറയണ്ടല്ലോ. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്, ചിലയിടത്ത് ചിലത് കൊടുത്തുകൊണ്ടിരുന്നത്, ഹല്ലേലൂയ സ്തോത്രം, ചിലതൊക്കെ ഭക്ഷിക്കാതിരുന്നത് ഒക്കെ നമ്മൾ ചിന്തിച്ചത് എന്തോ വലിയ കാര്യമാണെന്ന്. കറക്റ്റ് അല്ലേ? സ്തോത്രം. പക്ഷെ ആ വ്യർത്ഥതയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന നിർദോഷന്റെ രക്തം, നിഷ്കളങ്കന്റെ രക്തം, ഹല്ലേലൂയ, വിലയേറിയ രക്തം, ഹല്ലേലൂയ സ്തോത്രം. ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ആത്മമണ്ഡലത്തിൽ കേൾക്കത്തക്ക വിധത്തിൽ ഒന്ന് വിളിച്ചു പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം ഫലത്തിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന ആ നിർദോഷന്റെ രക്തം, ഹല്ലേലൂയ, ബ്ലെമിഷ്ലെസ് ആയിട്ടുള്ള, സ്പോട്ട്ലെസ് ആയിട്ടുള്ളവന്റെ രക്തം, നിഷ്കളങ്കന്റെ രക്തം, വിലയേറിയ രക്തം എന്റെ മേൽ, എന്റെ തലമുറകളുടെ മേൽ വരുമാറാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യർത്ഥതയുടെ പിന്നാലെ, മായയുടെ പിന്നാലെ, ഹല്ലേലൂയ, ശരിയേതാണ് തെറ്റേതാണെന്ന് മനസ്സിലാക്കാതെ എന്തോ വലിയ കാര്യമാണെന്ന് വെച്ചാ ഹല്ലേലൂയ ചിലതിന്റെയൊക്കെ പുറകെ പോകുന്ന ലോകത്തിന്റെ, പാപത്തിന്റെ, ജഡത്തിന്റെ, പിശാചിന്റെ, ഹല്ലേലൂയ മായയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന, പാരമ്പര്യത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ചില പെന്തക്കോസ്തിന്റെ പാരമ്പര്യം പോലും അതിനകത്തു നിന്നൊരു വിടുതൽ വേണം ദൈവം. ഇതിൽ വ്യർത്ഥതയിൽ നിന്ന്, മായയിൽ നിന്ന്, ഹല്ലേലൂയ സത്യമല്ലാത്തതിൽ നിന്ന്, ഹല്ലേലൂയ യൂസ്ലെസ് ആയിട്ടുള്ള, പ്രയോജനമില്ലാത്തതിൽ നിന്ന്, ഹല്ലേലൂയ ചില പാരമ്പര്യങ്ങൾക്കകത്ത് നിന്ന്, ഹല്ലേലൂയ ഞങ്ങളെ വിടുവിക്കാൻ പ്രാപ്തിയുള്ള നിർദോഷനായവന്റെ, നിഷ്കളങ്കനായവന്റെ, ഹല്ലേലൂയ അറുക്കപ്പെട്ടിട്ടും ഇന്നും നിൽക്കുന്ന, പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായ ഹല്ലേലൂയ ദൈവ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ വരുമാറാകട്ടെ. ഞാൻ വിശ്വസിക്കുന്നത് പറയുമ്പോൾ തന്നെ ചിലതിനെ ദൈവം വ്യർത്ഥവും പാരമ്പര്യവുമായ ചിലതിനകത്ത് നിന്ന് വിടുവിക്കുകയോ പുറത്തു കൊണ്ടുവരികയോ മടക്കിത്താ എന്ന് നമുക്ക് പറയാം. ഹല്ലേലൂയ. ചില പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക, വിട്ടുവാ. വടക്കിനോട് തരികയെന്നും തേക്കിനോട് തടുത്തു വയ്ക്കരുതെന്ന് ഞങ്ങൾ കൽപ്പിക്കും. പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ, പാപമല്ലാത്തവൻ, നിർദോഷന്റെ രക്തം, ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്തവൻ, ക്രൂശിൽ കിടക്കുമ്പോ പോലും ദോഷം ചെയ്തില്ല, ദോഷം പറഞ്ഞില്ല, ദോഷം ചിന്തിച്ചില്ല. നിർദോഷന്റെ രക്തം, നിഷ്കളങ്കന്റെ രക്തം, വിലയേറിയ രക്തം, അതിന്റെ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ മുഴുവൻ എന്റെ മേലും എന്റെ തലമുറകളുടെ മേലും വരുമാറാം. ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, അതിലേക്ക് നാം പോകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് കഴിയും. ആമേൻ. ആരെ ജയിച്ചു? ശത്രുവിനെ ജയിച്ചു.
അക്യൂസറിനെ ജയിച്ചു, കുറ്റപ്പെടുത്തുന്നവനെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിസ് ബ്ലഡ് മേക്ക് us overcomers, more than conquerors. സകലത്തിലും നമ്മളെ ജയാളിയാക്കും. നാം ഇതൊക്കെ പറയുമ്പോൾ ഈ ലോകത്തിലുള്ള എന്തിനെങ്കിലും ഒക്കെ ജയിക്കാനായി ഉപയോഗിക്കുന്ന രക്തമല്ല ഇത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള ശത്രുവിനെ ജയിക്കുന്ന അതിന്റെ മേൽ മാത്രം നമുക്കൊരു ഓവർടേക്കിംഗ് മതി കേട്ടോ. അതിനെ മാത്രം നമ്മൾ ഓവർകം ചെയ്താൽ മതി. ഈ ഭൂമിയിലുള്ള പലതിലും നമ്മൾ പരാജിതരാണെങ്കിലും ലോകം എന്നെയും നിങ്ങളെയും നോക്കുമ്പോൾ യു മേ നോട്ട് ബി എ സക്സസ്ഫുൾ മദർ, യു മേ നോട്ട് ബി എ സക്സസ്ഫുൾ പേഴ്സൺ, യു മേ നോട്ട് ബി ലീഡിങ് എ സക്സസ്ഫുൾ ഫാമിലി ലൈഫ്. ഹല്ലേലൂയ. ഇവിടെയുള്ള ചിലപ്പം കടഭാരത്തെ ഓവർകം ചെയ്യാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം കേട്ടോ. ചില രോഗത്തെ ഓവർകം ചെയ്യാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം. ചിലത് നമ്മളെ കീഴടക്കിയെന്ന് വന്നേക്കാം. പക്ഷേ ഹല്ലേലൂയ, പാപത്തെ ഓവർകം ചെയ്യുന്ന, ഹല്ലേലൂയ, പാപത്തെ ജയിക്കാൻ കഴിയുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ശത്രുവിനെ ജയിക്കാൻ കഴിയുന്ന, ഹല്ലേലൂയ, അവന്റെ പദ്ധതികളെ അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് ജയിക്കാൻ കഴിയുന്ന, നമ്മെ അതിനകത്തു നിന്നൊക്കെ ജയാളികളായി നിർത്തുന്ന യേശുവിന്റെ രക്തം, ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിച്ച കുഞ്ഞാടിന്റെ രക്തം, നിർദോഷന്റെ രക്തം, നിഷ്കളങ്കന്റെ രക്തം, പാപമില്ലാത്ത രക്തം, വിലയേറിയ രക്തം, ജയിച്ചവന്റെ രക്തം, ജയിപ്പിക്കുന്നവന്റെ രക്തം. ഞാൻ പറഞ്ഞല്ലോ, ഇത് കൺഫസ് ചെയ്യുമ്പോൾ ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും ഒന്ന് ചിന്തിച്ച് നിങ്ങൾ പറയരുത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമുക്ക് പരാജയങ്ങളുണ്ട്. ഹല്ലേലൂയ, ബിക്കോസ് നാം ഈ ലോകത്തിനുള്ളവരല്ല. ഇവിടെ വേണ്ടതൊക്കെ കർത്താവ് തരും. പക്ഷേ ഇവിടെ ചിലതിനകത്തൊക്കെ തോറ്റാലും നമുക്ക് ശത്രുവിനെ ജയിക്കാൻ, അപവാദിയെ ജയിപ്പാൻ, വിരോധി നമ്മെ കൊണ്ട് ഒരു കളവും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നല്ല സാക്ഷ്യവചനം, അതിനുവേണ്ടി നമ്മെ ഒരുക്കുന്ന ഒരു രക്തമുണ്ട്. ആ രക്തം എന്റെ മേലും എന്റെ തലമുറകളുടെ മേലും വരുമാറാകട്ടെ. വിരോധി ഞങ്ങളെ കൊണ്ട് ഒരു കളവും ഒരു തിന്മയും ഒരു അപവാദവും ഹല്ലേലൂയ പറയാൻ വകയില്ലാതെ ഹല്ലേലൂയ അവൻ ലജ്ജിക്കുകയും ഞങ്ങൾ ജയിച്ചക്കരയിലേക്ക് കടക്കുകയും ചെയ്യുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന ക്രിസ്തുവിന്റെ രക്തം, കുഞ്ഞാടിന്റെ രക്തം, ഹല്ലേലൂയ, യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരുമാറാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് പോകാം. കൊലോഷ്യൻസ് ചാപ്റ്റർ 1:20. പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവന്റെ രക്തം, അതിക്രമങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവന്റെ രക്തം, ഹല്ലേലൂയ, മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കുന്ന രക്തം, നീതീകരിക്കുന്ന രക്തം, വ്യർത്ഥവും മൃദുപാരമ്പര്യമായ സകലത്തിൽ നമ്മളെ വിടുവിക്കുന്നവന്റെ രക്തം, അപവാദിയെ ജയിക്കുന്ന രക്തം. ഹല്ലേലൂയ. ഇവിടെ നാം എന്ത് വായിക്കുന്നു? നിരപ്പിക്കുന്നവന്റെ രക്തം, സമാധാനം കൊണ്ടുവരുന്ന രക്തം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ വീട്ടിനകത്ത് ഹല്ലേലൂയ വിഘടിച്ചു നിൽക്കുകയാ. ഹല്ലേലൂയ, നിരപ്പിക്കുന്ന രക്തം. ഹല്ലേലൂയ, അഭിപ്രായങ്ങളിൽ നിരപ്പില്ല, പ്രവർത്തികളിൽ നിരപ്പില്ല, ഹല്ലേലൂയ, ഐഡിയാസിനകത്ത് നിരപ്പില്ല. ഹല്ലേലൂയ, സ്തോത്രം. കുടുംബജീവിതത്തിൽ രണ്ടുപേർക്കും ഹല്ലേലൂയ രണ്ട് വിധത്തിലുള്ള ചിന്തകളാണ്. അപ്പനും മക്കൾക്കും തമ്മിൽ ഹല്ലേലൂയ യോജിച്ചു പോകാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, ആ നിരപ്പിക്കുന്ന രക്തം, ആ നിരപ്പ് നിമിത്തം സമാധാനം കൊണ്ടുവരുന്ന, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ടുവരുന്ന ക്രിസ്തുവിന്റെ രക്തം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരുമാറാകും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം ഇത് അവസാനിപ്പിക്കുകയും. സ്തോത്രം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 10:19. 18-ാം വാക്യത്തിൽ പറയുന്നു, ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം ആവശ്യമില്ല.
അതായത് ചിലതിൻ്റെയൊക്കെ പൂർത്തീകരണം കൊണ്ടുവന്ന്, പഴയ നിയമത്തിന്റെ പൂർത്തീകരണം കൊണ്ടുവന്ന് അതിനെ ഫുൾ സ്റ്റോപ്പ് ഇടിയിപ്പിച്ച യേശുവിന്റെ രക്തം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മള് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുവില്ലേ, ഒരു കോഴ്സ് ചെയ്യാൻ. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. ആ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വന്ന് 80% മാർക്കുണ്ട്. സന്തോഷമായോ? സന്തോഷം ഉണ്ടോന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് സന്തോഷമായില്ല. മക്കള് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ ഇതിൻ്റെ അകത്ത് കൂടുതലുള്ളവർ. എന്നാൽ അവരുടെ ആ ഗ്രാജുവേഷൻ ഡേയിൽ ആ കോഴ്സിന് ഒരു ഫുൾ സ്റ്റോപ്പ് വീഴുക, ഇല്ലയോ? ഇനി പഠിക്കണ്ട, ഫർദർ സ്റ്റഡീസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇനി പഠിക്കണ്ട. സ്തോത്രം. ഇവിടെ പറയുകയാണ്, പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗം ആവശ്യമില്ല. ഒന്നാലോചിക്കേ, പെർഫെക്റ്റ് സാക്രിഫൈസ്. കർത്താവ് പറഞ്ഞു ഇറ്റ് ഈസ് ഡൺ. യേശു പറഞ്ഞു നിവർത്തിയായി. സ്വർഗം അതിനെ അങ്ങ് അറ്റസ്റ്റ് ചെയ്തു. ഇനി പാപങ്ങൾക്ക് വേണ്ടി വേറൊരു യാഗം ആവശ്യമില്ല, വേണ്ട, മതി, കഴിഞ്ഞു. സ്വർഗം അറ്റസ്റ്റ് ചെയ്ത ആ പെർഫെക്റ്റ് സാക്രിഫൈസിൽ കൂടെ പുറത്തു വന്നവന്റെ രക്തം, ആ രക്തം എന്റെ മേലും എന്റെ മക്കളുടെ മേലും വരുമാറാകട്ടെ. ഈ രക്തത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ജീവനുള്ള ഒരു പുതുവഴിയൊക്കെ സമ്മാനിച്ചു. വഴിയുണ്ട് കേട്ടോ, വഴി തുറന്നിട്ടിട്ടുണ്ട്. പക്ഷേ ഈ രക്തത്തിന്റെ മറവിൽ മാത്രമേ നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. യേശു തന്റെ ദേഹമെന്ന തിരശീല കീറി ഒരു പുതുവഴി കുറച്ചു പേർക്ക് വേണ്ടിയല്ല, മാനവജാതിക്ക് മുഴുവനും വേണ്ടി ഓൾറെഡി ആ വഴി റെഡിയാന്നേ. ആ വഴി റെഡിയാ. പക്ഷേ തന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന ഒരുവന് മാത്രമേ ആ വഴിയിലൂടെ നടന്ന് അക്കരെ എത്താൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, രക്തം അവൈലബിളാ, വഴി അവൈലബിളാ, അല്ലെങ്കിൽ അങ്ങേ അറ്റത്ത് ചെന്നാൽ നിത്യത അവൈലബിളാ, ഇതെല്ലാം ഉണ്ട് കർത്താവേ. എന്നാൽ അവരെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരുമാറാകട്ടെ. ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കലേക്ക് അവരെ കൊണ്ടുചെല്ലുന്ന ആ രക്തം, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിപ്പിക്കുന്ന രക്തം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലാൻ അവരെ സഹായിക്കുന്ന രക്തം, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം അവർക്ക് കൊടുക്കുന്നവന്റെ രക്തം, ഹല്ലേലൂയ. ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരുമാറാകട്ടെ. സ്തോത്രം. യേശുവിന്റെ രക്തം, ഹല്ലേലൂയ. അതിന്റെ താഴെ നമ്മൾ വായിച്ചു, ഈ രക്തത്തിലൂടെ ആ ഒരു പ്രവേശനം അനുഭവിച്ചവർക്ക് സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കാൻ പറ്റത്തില്ല. ഇതിനോട് ചേർത്താണല്ലോ അത് പറഞ്ഞേക്കുന്നത്. ഇവിടെ സഭായോഗത്തിന്റെ കാര്യം പറയേണ്ട വല്ല കാര്യമുണ്ടോ? വലിയ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ ഇടയ്ക്ക് പറയുക, സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. ചിലരോടൊക്കെ ചോദിച്ച അവര് പറയും, ഓ പോയില്ലെന്നേ ഉള്ളൂ, ഓ വന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ തലമുറകളിൽ പലരെയും നിർബന്ധിച്ചല്ലേ സഭായോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ അതൊരു റൊട്ടീനാണ്. വെള്ളിയാഴ്ച വൈകിട്ട് പോയേ പറ്റൂ, അല്ല ഞായറാഴ്ച രാവിലെ പോയേ പറ്റൂ, അതുകൊണ്ട് പോവുക. അതോ ആ ശനിയാഴ്ച വൈകുന്നേരം. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞാൻ ഒരു ഓർത്തഡോക്സ് ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നത്.
ശനിയാഴ്ച വൈകുന്നേരത്തെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ബൈബിളോ സൺഡേ സ്കൂളിലെ പുസ്തകമോ അല്ലാതെ വേറെ ഒന്നും വായിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തെ ആ കുർബാനയ്ക്ക് പോകാൻ ഒരു ഭയങ്കര പ്രിപ്പറേഷൻ അകത്തെവിടെ. എൻ്റെ ആ കുഞ്ഞു പ്രായത്തിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു എന്തൂസിയാസമാണ്. ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സ് അയൺ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെക്കും, ചെരുപ്പ് തുടച്ചു വെക്കും. ഒരു ഒരുക്കമാ. സ്തോത്രം. നാളെ രാവിലെ ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ വീട്ടിനകത്ത് നാളത്തെ ആരാധനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഒരുക്കമുണ്ട്? നിഷ്കളങ്കൻ, നിർദോഷൻ, തന്റെ ദേഹമെന്ന തിരശ്ശീല കീറി ഒരു പുതിയ വഴി സമ്മാനിച്ചതാ. ഒരു പുതിയ വഴി. സ്തോത്രം. വാസ്തവമായും അതിനകത്ത് പ്രവേശിച്ച ഒരനുഭവമുള്ള ഒരാളിന് ആരാധന മുടക്കി വീട്ടിലിരിക്കാൻ പറ്റില്ല. ഇന്ന് പിന്നെ ഒത്തിരി പേരുടെ എക്സ്ക്യൂസ് ഓൺലൈൻ കാണാമല്ലോ. ഞാൻ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല, അതായിരിക്കും നല്ലത്. പക്ഷെ ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം. മീഡിയാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരീരത്തിന് സൗഖ്യമില്ലാതൊക്കെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ അത് നമ്മളെ സഹായിക്കും. മാത്രമല്ല, ചിലപ്പോൾ യാത്രയിലായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ സ്ഥലത്ത് നിന്നു, നമുക്ക് അവിടെ ചെന്ന് ആരാധനയ്ക്ക് പോകേണ്ട സ്ഥലം അറിയത്തില്ല. that and all is fine. പക്ഷേ ദൈവമക്കൾ കൂടി വന്ന് ആരാധിച്ച് ആ വചനം കേട്ട ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രക്തം, ദിസ് ബ്ലഡ് gives us an access to the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന രക്തമായത്. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യവും നാം ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ രക്തത്തിന്റെ ഒരു കഴുകൽ പ്രാപിക്കുന്നത് നല്ലതാണ്. വിശ്വസ്ത സാക്ഷിയുടെ രക്തം, മരിച്ചവരിൽ ആദിജാതന്റെ രക്തം. ഹല്ലേലൂയ. നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെക്കുന്നവന്റെ രക്തം, നമ്മെ സ്നേഹിച്ചവന്റെ രക്തം, നമ്മുടെ പാപം പോക്കി ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ശുദ്ധീകരിക്കുന്നവന്റെ രക്തം, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നൽകുന്ന രക്തം. ഹല്ലേലൂയ. നിർജീവ പ്രവൃത്തികളെ പോക്കി നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്ന രക്തം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബലഹീനതയുടെ നടുവിൽ, പാപത്തിന്റെ നടുവിൽ, ശത്രുതയുടെ നടുവിൽ ഹല്ലേലൂയ എന്നെ നീതിമാനെന്ന് മുദ്രകുത്തുന്ന നീതീകരിക്കുന്ന രക്തം. ഹല്ലേലൂയ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള ആ വ്യർത്ഥതയിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന നിർദോഷന്റെ, നിഷ്കളങ്കന്റെ ഹല്ലേലൂയ വിലയേറിയ കുഞ്ഞാടിന്റെ രക്തം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപത്തെ ജയിക്കുവാൻ, ഹല്ലേലൂയ പിശാചിനെ ജയിക്കുവാൻ, ഹല്ലേലൂയ എന്നെ സഹായിക്കുന്ന, അപവാദിയെ തോൽപ്പിക്കുന്ന ഹല്ലേലൂയ ആ രക്തം. ഹല്ലേലൂയ. എന്നെ നിരപ്പിക്കുന്ന രക്തം. സ്വർഗത്തോടെ എന്നെ നിരപ്പിക്കുന്ന, മനുഷ്യരെ തമ്മിൽ നിരപ്പിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം. സമാധാനം നൽകുന്നവന്റെ രക്തം. ഹല്ലേലൂയ. തന്റെ ദേഹമെന്ന തിരശീല കീറി സമ്മാനിച്ച പുതിയ വഴിയിലൂടെ ഹല്ലേലൂയ കൃപാസനത്തിന്റെ അടുക്കലേക്ക്, വിശുദ്ധ മന്ദിരത്തിന്റെ അടുക്കലേക്ക്, എന്റെ അപ്പന്റെ അടുക്കലേക്ക് ഹല്ലേലൂയ സ്തോത്രം എന്നെ കൊണ്ടുചെല്ലുന്ന രക്തം. ആ പ്രവേശനം സാധിപ്പിക്കുന്ന രക്തം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തോടെ ഹല്ലേലൂയ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിപ്പിക്കുന്ന രക്തം. ഹല്ലേലൂയ. അത് എന്റെ മേൽ, എന്റെ തലമുറകളുടെ മേൽ, എന്റെ മക്കളുടെ മേൽ ഹല്ലേലൂയ വരുമാറാകട്ടെ, നിലനിൽക്കുമാറാകട്ടെ. ഈ രക്തത്തിലൂടെ ഹല്ലേലൂയ സ്തോത്രം എന്തെല്ലാം അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയും, അത് മുഴുവൻ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചു മുന്നേറുവാൻ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.